നമസ്കാരം, ഞാൻ റിയാസ് യു കെ. ലൈഫ് സ്കിൽ കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് ലൈഫ് സ്കിൽ? നമുക്കറിയാം, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പല ഘട്ടങ്ങളിലൂടെ, പല ഫേസിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡായി കൊണ്ട് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾക്കും ആ ഫേസിന് മാത്രമല്ല പേസും കൂട്ടിയില്ലെങ്കിൽ, സ്പീഡ് നമ്മൾ കൂട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റക്കായി പോകും. ഇന്ന് നമുക്കറിയാം, നമ്മൾ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സ്കൂളിംഗ് തൊട്ട് പ്രൊഫഷനിലേക്ക് എത്തി, ഒരു ഫാമിലി ലൈഫിലേക്ക് എത്തി, ഒന്നിങ്ങനെ നമ്മൾ ഓരോ ഘട്ടത്തിലും വളരുമ്പോൾ നമുക്ക് അനിവാര്യമായ ചില സ്കിൽസുകൾ നേടേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ സ്കിൽസ് എല്ലാം തന്നെ നമ്മളിൽ ഇൻഹെറൻ്റ് ആയിട്ട് ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിനെ തിരിച്ചറിയാനും അതിനെ ഒന്നുകൂടി നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനും അതിൻ്റെ എന്തെല്ലാം സപ്പോർട്ട് സിസ്റ്റമാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. പലപ്പോഴും എനിക്കറിയാം എന്ന ഒരു ധാരണയോടുകൂടി നമ്മൾ മുൻവീതിയോടുകൂടി പ്രവർത്തിക്കാറുണ്ട്. അത്തരത്തിൽ ലൈഫ് സ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ഡിസ്കഷൻ മോഡലാണ്. കാരണം നമുക്ക് മനസ്സിലാക്കുക എന്നാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം, അല്ലാതെ ഒരാൾ കേൾക്കുക എന്ന് മാത്രമല്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള സ്കിൽസിനെ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, ലൈഫ് സ്കിൽ കോച്ചിങ് ഫോർ സ്പെഷ്യലി ഡിസേബിൾഡ് വൺസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വിഷയം. എന്തുകൊണ്ട് ഡിസേബിൾഡ് വൺ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു 15-17 വർഷത്തിന് മുന്നേ എനിക്ക് സംഭവിച്ച ഒരു ആക്സിഡൻറ്റിലൂടെ, ഞാൻ ഒരു +2 കാലഘട്ടത്തിനകത്താകുന്ന സമയത്ത് എനിക്ക് സംഭവിച്ച ഒരു ആക്സിഡൻറ്റ്, ആ ആക്സിഡൻറ്റിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു ഫേസ് ആയിരുന്നു ആ ഒരു ഒബ്സ്റ്റക്കിൾ. അത് തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചയെ മറയ്ക്കുന്ന ഒരു വിഷ്വലി ചലഞ്ചറായി മാറുന്ന ഒരു സിറ്റുവേഷനിൽ എന്നെ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി. തുടർന്ന് എൻ്റെ എല്ലാ വിഷനും, അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, പഠനമായാലും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റക്കായി പോയ സമയത്ത് അവിടെ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി ഒരു ബിസിനസ്സിലേക്ക് വന്ന് കഴിഞ്ഞ 17 വർഷത്തോളമായി ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ആയിക്കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയി ഓട്ടോമൊബൈൽ സെഗ്മെന്റിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ഞാൻ അനുഭവിച്ച ഒരുപാട് ഫേസസ് ഉണ്ട്. കാരണം ഒരു സ്ഥാപനമാകുമ്പോൾ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, സ്ഥാപനത്തിലുള്ള തൊഴിലാളികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, നമ്മുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും, യാത്രയായാലും ഡ്രൈവിംഗ് ആയാലും ഒരുപാട് ഘടകങ്ങൾ നമ്മൾ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല രീതിയിൽ നമ്മൾ സ്റ്റക്കായി പോയിട്ടുണ്ട്. പലപ്പോഴും കരഞ്ഞ് തീർത്ത ദിവസങ്ങൾ പോലെയുണ്ട്. എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു സമൂഹമാണ് ഡിസേബിലിറ്റീസ് ആയിട്ടുള്ള ആളുകൾ. കാരണം ഇന്ന് യൂസ് ചെയ്യുന്ന മൊബൈൽസ് ആയാലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സപ്പോർട്ടീവ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, സ്ക്രീൻ റീഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പോലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ ഇടപെടുമ്പോൾ അവരിലും സംഭവിച്ചു പോയ പല ജന്മന ഡിസേബിൾ ആയവരുണ്ട്. എന്നെപ്പോലെ റീസെൻ്റ്ലി പെട്ടെന്നായി ഇത്തരത്തിലുള്ള അപകടങ്ങളിലൂടെ വന്നവരുണ്ട്. എന്നാൽ ഇതിലൂടെ എല്ലാം തരണം ചെയ്യാൻ പറ്റാതെ പോലും പലരും പഠനം പൂർത്തീകരിച്ചു. പക്ഷേ തുടർന്നുള്ള ലൈഫിൽ പല രീതിയിലുള്ള സ്ട്രെസ്സും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരിലേക്ക് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്നിലുള്ള അല്ലെങ്കിൽ ഞാൻ ആർജിച്ചെടുത്ത ആ എക്സ്പീരിയൻസിലൂടെ ഞാൻ നേടിയെടുത്ത പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിക്കാമെന്നൊരു ഉദ്യമമാണ് ഇതിലൂടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നിങ്ങളെയും ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി സംബന്ധിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ലൈഫ് സ്കിൽ കോച്ചിങ് ഇത് പൊതുസമൂഹത്തിലുള്ള എല്ലാവർക്കും ആവശ്യമാണ്. ഡിസേബിൾ ആയ ആളുകൾക്ക് സ്പെഷ്യലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും കൂടി ഇന്ന് ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും, സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഘട്ടത്തിലും നമ്മൾ ഓരോ വളർച്ച സ്റ്റേജിലും ഇത് നമ്മളെ എപ്പോഴും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ നിലനിർത്തുക എന്നതാണ്. ആ റേപ്പോ നിലനിർത്തിക്കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഓരോ സ്കിൽസിനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കണം. അത്തരത്തിലുള്ള ചില ടിപ്സും കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്. എന്താണ് ലൈഫ് സ്കിൽ കോച്ചിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെയാണ് നേടിയെടുക്കേണ്ടത്? നമുക്കറിയാം, പല രീതിയിൽ നമ്മൾ ആളുകളുമായി സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ആളുകളുടെ ഇടപെടാറില്ല, ചില സമയത്ത് ആളുകൾ കൂടുതലായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും, ചില സ്പേസിൽ നമ്മൾ ചെല്ലാറേ ഇല്ല. ചിലയിടത്ത് പോവുക എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടറിനെ, നമ്മുടെ ലൈഫിലെ ഇമോഷൻസിനെ, നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായി സഹവസിക്കുന്ന ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള പല സ്കിൽസും തിരിഞ്ഞും മറിഞ്ഞും നമ്മളിവിടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ പല സമയങ്ങളിൽ നമ്മൾ സ്റ്റക്കായി പോകുന്നു. അത് നമ്മുടെ കരിയറിനും നമ്മുടെ പ്രൊഫഷനിലും ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിലും ഒരു സ്റ്റക്ക് പോയിന്റ് ആയിട്ട് മാറാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്കുള്ള അവബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മളും നമ്മുടെ കൂടെയുള്ളവർക്കും വളരെ ഹാപ്പി സ്പേസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലൈഫ് സ്കിൽസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളെയാണ്. അതിൽ നമ്മളൊരു ഏറ്റവും അനിവാര്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതും തീർച്ചയായിട്ടും നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ് ബി എ ഗുഡ് ലിസണർ. ഒരു നല്ല കേൾവിക്കാരനാകുക. ഒരു നല്ല കേൾവിക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചെറുപ്പം തൊട്ടേ ആ കേൾവി എന്ന ഒരു
വ്യത്യസ്തമായ ഏറ്റവും പ്രൗഢമായ നമ്മുടെ ഒരു കഴിവിലൂടെയാണ് നമ്മൾ ജന്മം കൊള്ളുന്നത് പോലും. കാരണം ഒരു കുട്ടി ജന്മിക്കുന്ന സമയം തൊട്ട് തന്നെ ആദ്യം കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ ഹിയർ പ്രോസസ്സിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ എന്തെല്ലാമാണോ കൺസ്യൂം ചെയ്യുന്നത്, ചെവിയിലൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളെ അത് ഹൃദയത്തിലേക്ക് നമുക്ക് എത്തുക തന്നെ ചെയ്യും. ആ കേട്ടതിനെ കുറിച്ച് നമ്മൾ വീണ്ടും വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ കേട്ടതിനെ കുറിച്ച് പറയാൻ ശ്രമിക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ എന്ത് കേൾക്കണം, എങ്ങനെ കേൾക്കണം, എങ്ങനെ ഒരാളോട് സമീപിക്കണം, എങ്ങനെ ആയിരിക്കണം ആ കേൾവിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കണം. ഇന്ന് പലപ്പോഴും നമ്മൾ കേൾവിക്കാർ മാത്രമാണ്. ക്ലാസ് മുറിയിലായാലും അധ്യാപകന് വൺ സൈഡ് ക്ലാസ് എടുക്കുന്നു, പക്ഷെ നമ്മളോട് ഒരു പകുതി ഓളത്തിൽ കേൾക്കുന്നു, മറ്റു ചെവിയിലൂടെ എടുത്തു കളയുന്നു. എന്നല്ലാതെ ഇൻട്രാക്റ്റീവ് ആണെങ്കിൽ ആ അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ബന്ധം, ആ ഒരു റിലേഷൻ ബിൽഡ് ആവുന്നത് ആ കേൾവിയുടെ ആസ്വാദനം വഴിയാണ്. എന്താണോ ഈ ഡെലിവറി ചെയ്യുന്ന അധ്യാപകൻ കൊടുക്കുന്ന മെസ്സേജ് എന്താണോ അതിനെ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മൾ വൺ സൈഡ് നിന്ന് പറയുന്നു, അത് മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്ന് പോലും ചിന്തിക്കാതെയാണ് പലരും പ്രസന്റ് ചെയ്യുക. അതുകൊണ്ട് ഈ കേൾക്കുന്ന നമുക്കും അതിൻ്റെ ഒരു വൈബ് കിട്ടണമെങ്കിൽ നമ്മൾ കേൾക്കുന്ന രീതികളിൽ എന്തിനെ കേൾക്കണം എന്ന് പോലും ശ്രദ്ധിക്കണം. ഇന്ന് നമുക്കറിയാം പല പ്രൊഫഷണൽസാകും, പല അധ്യാപകരായാലും കുട്ടികളെ കേൾക്കാൻ തയ്യാറല്ല. ഒരു ചോദ്യം ചോദിച്ചാൽ ആ കുട്ടിയെ അടിച്ചിരുത്താനാ ശ്രമിക്കുക. ആ കുട്ടി പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാറില്ല. നമ്മൾ മാതാപിതാക്കളായാലും കുട്ടികൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാതെ കേട്ടു, മനസ്സിലാക്കി, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തും. പക്ഷെ നമ്മൾ കേൾക്കേണ്ട വിധമാണോ കേട്ടത് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് ഒരു കുട്ടിയോട് സംസാരിക്കുകയാണെങ്കിൽ ആ കുട്ടിയോളം താഴ്ന്നുകൊണ്ട്, ചിലപ്പോൾ ആ കുട്ടിയുടെ ഉയരത്തിനനുസരിച്ച് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ആ കുട്ടിയോട് സംസാരിക്കുന്ന ഒരു പ്രകൃതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതാണ് അവനെ കേൾക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഹയർ പൊസിഷനിലുള്ള ആളെ ആ ഡിഗ്നിറ്റി, ആ റെസ്പെക്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ കേൾക്കേണ്ടത്. എന്ന തരത്തിൽ ഒരു പെൺകുട്ടിയോട്, ഒരു പ്രായമായ ആളോട്, അവരോട് അത്തരം വിനയത്തോടെയാണ് നമ്മൾ കേൾക്കേണ്ടത്. അവർ പറയുന്നത് നമുക്ക് അലോസരമായിരിക്കാം, എന്നിരുന്നാൽ പോലും നമ്മൾ കേൾക്കേണ്ടത് അവർക്ക് ഒരു വിരക്തി തോന്നാത്ത രീതിയിൽ അവരെ കേൾക്കുക എന്നതാണ് ഏറ്റവും അനിവാര്യം. അപ്പോൾ കേൾവിയിൽ പലരും പല രീതിയിൽ കൺസ്യൂം ചെയ്യും. നല്ല കേൾവിക്കാരായ ആളുകൾ മാത്രമേ എന്തായിട്ടുള്ളൂ, എവിടെയെങ്കിലും എത്തിയിട്ടുള്ളൂ. കാരണം ഒരു ജോലിക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്ന ഇൻ്റർവ്യൂസ് പോലും വളരെ വ്യക്തമായി കേട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റൻ്റായിട്ട് മറുപടി കൊടുക്കണമെങ്കിൽ അതിലും സൂക്ഷ്മത പാലിക്കണം. നമുക്കറിയാം ഈ കേൾവിയുടെ ഗുണം കൊണ്ട് നല്ലൊരു ലിസണർ ആവുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകമാണ് നമുക്ക് എവിടെയും ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ഫോക്കസിങ് വരും. കേൾക്കുന്നതിനനുസരിച്ച് അവരോട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നല്ലൊരു ഗുഡ് ലിസണർ ആവുക എന്നത് വളരെ പ്രധാനം തന്നെയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന പലരും നല്ലൊരു ലിസണർ ആയതുകൊണ്ടാണ് നല്ലൊരു കാമുകനും വരെ ആയത്, അല്ലേ? അവളെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവനെ കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെവി തിരിഞ്ഞ് നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പലർക്കും നഷ്ടപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. ഒരേ ഫേസിൽ തന്നെ രണ്ടും സംഭവിക്കും. അപ്പോൾ നമ്മൾ നഷ്ടപ്പെടുന്നതും നമ്മൾ നേടിയെടുക്കുന്നതും ഇത്തരത്തിൽ ഒരാളെ കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും കൊണ്ട് തന്നെയാണ്.